ഗൂഗിൾ പേയിലെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കമൻറ്റ്സ് വരാറുണ്ട്. ഇന്ന ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനായിട്ട് നോക്കി അത് സപ്പോർട്ട് ആവില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആക്ച്വലി നമുക്ക് എല്ലാ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതൊക്കെ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡുമാണ് ഗൂഗിൾ പേയിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ സെക്ഷനിൽ പേയ്മെന്റ് മെത്തേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്. നമുക്ക് നമ്മുടെ നോർമലി സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടോ ആഡ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിച്ച് P2P ട്രാൻസാക്ഷനും അതുപോലെ തന്നെ P2M ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കാണുന്ന മറ്റൊരു കാറ്റഗറിയാണ് റുപേ ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ പല ബാങ്കുകളുടെയും റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആഡ് ചെയ്ത് അത് ഉപയോഗിച്ച് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ട് ചെയ്യുന്ന റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, CSB ബാങ്ക്, കാനറ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, DCB ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, HSBC ബാങ്ക്, ICICI ബാങ്ക്, IDFC ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇൻഡസൻ ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL ബാങ്ക്, SBM ബാങ്ക്, സരസ്വത് ബാങ്ക്, സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, തമിഴ്നാട് മർച്ചൻഡൈസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, പിന്നെ യെസ് ബാങ്ക്. ഇത്ര ബാങ്കുകളുടെ റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് അത് ഉപയോഗിച്ച് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗൂഗിൾ പേയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പേയ്മെന്റ് ഓപ്ഷനാണ് UPI ലൈറ്റ്. ഇതൊരു ഓൺ ഡിവൈസ് വാലറ്റ് ആണ്. ഈ ഒരു വാലറ്റിലേക്ക് നമുക്ക് അപ് ടു 5000 രൂപ വരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് 1000 രൂപയിൽ താഴെയുള്ള UPI പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് പിന്നൊന്നും അടിക്കാതെ നമുക്ക് ഫാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിൻലെസ് ട്രാൻസാക്ഷൻ നടത്താം. അങ്ങനെ നമുക്ക് 24 മണിക്കൂറിൽ മാക്സിമം 10000 രൂപ വരെയുള്ള UPI ട്രാൻസാക്ഷൻ ഈ ഒരു UPI ലൈറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു പേയ്മെന്റ് ഓപ്ഷനാണ് ക്രെഡിറ്റ് ലൈൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് പല ബാങ്ക്സ് ഇപ്പോൾ ക്രെഡിറ്റ് ലൈൻ, UPI ക്രെഡിറ്റ് ലൈൻ, അതായത് ലോൺ അനുവദിക്കും. എന്നിട്ട് നമുക്ക് ആ ഒരു ലോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് അത് ഉപയോഗിച്ച് UPI പേയ്മെന്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, HDFC ബാങ്ക്, IDBI ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, കർണാടക ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, തമിഴ്നാട് മർച്ചൻഡൈസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക് എന്നിവയാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് നമ്മുടെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പേയ്മെന്റ് കാറ്റഗറീസ് ഒന്ന് നമുക്ക് ബിൽ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊന്ന് ഭാരത് QR കോഡ് ആണെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫോണിൽ NFC സപ്പോർട്ടഡ് ആണെങ്കിൽ NFC സപ്പോർട്ടഡ് ടെർമിനലിൽ നമ്മുടെ ഈ ഒരു ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനും സാധിക്കും. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ കാർഡ് ആഡ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗൂഗിൾ പേ ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് AS വേരിയന്റ് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് നമുക്ക് ഗൂഗിൾ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം. അതുപോലെ ചില ബാങ്കുകളിലേക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. പിന്നെ റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ആഡ് ചെയ്യുന്നത് ഞാൻ UPI പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. നമുക്ക് അത് ഉപയോഗിച്ച് ഒരു പേഴ്സണൽ ഒരു വ്യക്തിക്ക് നമുക്ക് പണം അയക്കാനായിട്ട് സാധിക്കില്ല. മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കാർഡിലും നമുക്ക് ക്യാഷ് ബാക്കും റിവാർഡ് പോലും കാര്യങ്ങളൊക്കെ നേടാം. സോ മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നേടാം. അതിന് പറ്റിയൊരു ബെസ്റ്റ് കാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒന്ന് കിവി കാർഡാണ്. നമുക്ക് അപ് ടു 5% വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. ഞാൻ ഒരു വർഷം കൊണ്ട് ഏകദേശം 50000 രൂപ ക്യാഷ് ബാക്ക് അത് ഉപയോഗിച്ച് നേടി. ഒരു സെപ്പറേറ്റ് വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാം. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്, വിർച്വൽ കാർഡാണ്. ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്ലൈസ് സൂപ്പർ കാർഡാണ്. അതിനകത്തും നമുക്ക് അപ് ടു 3% വരെ നമുക്ക് റിവാർഡ് നേടാം. അതിലും കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിലും അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഈ കിവി കാർഡ് ആണെങ്കിലും സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിലും ബെസ്റ്റ് കാർഡാണ് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി ഗൂഗിൾ പേയിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ മാസ
മാസ്റ്റർ കാർഡ് വേരിയൻറ്റിലുള്ളതും വിസ വേരിയൻറ്റിലുള്ളതും ആയ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും നമുക്ക് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാം. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ വിസ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഡെബിറ്റ് കാർഡ് സപ്പോർട്ട് ചെയ്യുകയില്ല. ബാങ്ക് ഓഫ് ബറോഡ കാർഡ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. വിസ വേരിയൻറ്റിലുള്ള ക്രെഡിറ്റ് കാർഡും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻക്ലൂഡിങ് വൺ കാർഡ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിസ വേരിയൻറ്റിലുള്ള ഡെബിറ്റ് കാർഡ് നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയുടേത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മാസ്റ്റർ കാർഡിലുള്ള മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലും വിസ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. ഇൻക്ലൂഡിങ് വൺ കാർഡ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. HDFC ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. ഇനി HDFC ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ളതും വിസ നെറ്റ്വർക്കിലുള്ളതുമായ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. HSBC ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. വിസ നെറ്റ്വർക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാത്രമേ HSBC ബാങ്കിന് ആഡ് ചെയ്യാൻ സാധിക്കൂ. ICICI ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് വിസ നെറ്റ്വർക്ക് രണ്ട് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡസൻ ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ളതും വിസ നെറ്റ്വർക്കിലുള്ളതുമായ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ആഡ് ചെയ്യാം. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിൽ വിസ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും പ്രീപെയ്ഡ് കാർഡ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. RBL ബാങ്ക് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. വിസ നെറ്റ്വർക്കിലുള്ള കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. SBI കാർഡ്സ് ആണെങ്കിൽ വിസ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം. SBM ബാങ്ക് ആണെങ്കിൽ വിസ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം. അത് വൺ കാർഡ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും വിസ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആഡ് ചെയ്യാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാനറ ബാങ്ക് ഒന്നും ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഇല്ല. ഇനിയിപ്പോൾ SBI ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം. വിസ നെറ്റ്വർക്കിലുള്ള ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതും സെപ്പറേറ്റ് നെറ്റ്വർക്ക് വൈസ് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ബാങ്കുകളുടെ ചില വേരിയൻറ്റ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി